പ്രഷർ കുക്കറിൽ വളരെ ഈസിയായി നല്ല സൂപ്പർ മോയിസ്റ്റ് ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പ്രഷർ കുക്കർ ആദ്യം തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. ഒരു കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് 1 കിലോയോളം ഉപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാ ഭാഗത്തും ഒരുപോലെ നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു മൂടിയും കൂടി വെക്കുക. മൂടി നല്ല ലെവലാക്കി വെക്കണം, അല്ലെങ്കിൽ കേക്ക് ചരിഞ്ഞു പോവും. ഈ പ്രഷർ കുക്കർ ഇങ്ങനെ 10 മിനിറ്റ് ചെറിയ തീയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്ക് കേക്കിൻ്റെ ബാറ്ററും മറ്റും റെഡിയാക്കാം. ആദ്യം ഒരു കേക്ക് പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ പുരട്ടുക. പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ബട്ടർ പുരട്ടുക. ഇനി ഇതിലേക്ക് ഒരു ബേക്കിംഗ് ഷീറ്റ് ഈ പാത്രത്തിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബട്ടർ പുരട്ടിയത് കൊണ്ട് ഇത് നന്നായിട്ട് ഒട്ടിക്കിടന്നോളും. ഇതിൻ്റെ സൈഡിലും ഇതുപോലെ ബേക്കിംഗ് ഷീറ്റ് ഒട്ടിക്കാം. ഇങ്ങനെ ചെയ്താൽ കേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദ അഥവാ ഓൾ പർപ്പസ് ഫ്ലോർ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/3 കപ്പ് കൊക്കോ പൗഡർ, അതായത് 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണോളം കൂടി ഉണ്ടാവും, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയുമാണ് ഇതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 മുട്ട, 1/2 കപ്പ് പാല്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 കപ്പ് നല്ല ചൂടുവെള്ളം, 1 ടീസ്പൂൺ വാനില എസൻസ്. ഒരു മിക്സിംഗ് ബൗളിലേക്ക് പഞ്ചസാര ഇടുക. അതിലേക്ക് തന്നെ ഓൾ പർപ്പസ് ഫ്ലോറും ഇടുക, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് എല്ലാം കൂടി ഇട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നോക്കിയാൽ മതി. അതിൽ ഞാൻ കറക്റ്റ് ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റ്സും ഇടാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലിക്വിഡ്സ് എല്ലാം ചേർക്കാം. ആദ്യം തന്നെ 1 മുട്ട ചേർക്കാം. പിന്നെ 1/2 കപ്പ് പാല്, 1/2 കപ്പ് ഞാനിത് അളന്ന് വെച്ചതാണ്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയും ചേർത്ത് ഇത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. പതുക്കെ മിക്സ് ചെയ്യണം, നല്ല ബലം എടുത്ത് മിക്സ് ചെയ്യാൻ പാടില്ല, കേക്ക് നന്നാവില്ല. ഇതുപോലെ മെല്ലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള വെള്ളമാണിത്. ഇതും ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കുക. ഇതുപോലെ പതുക്കെ യോജിപ്പിച്ചെടുക്കുക. കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിനി പ്രീഹീറ്റ് ചെയ്ത പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. പ്രഷർ കുക്കറിൻ്റെ മൂടി ഓപ്പൺ ചെയ്ത് നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് പാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. ഇനി ഇതിലേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിക്കരുത്, 1/4 ഭാഗത്തോളം അല്ലെങ്കിൽ ഒരു പകുതി വരെ അങ്ങനെ ഒഴിച്ചാൽ മതി. ഫുള്ളായിട്ട് ഒരിക്കലും ഒഴിക്കരുത്, കാരണം കേക്കിന് പൊങ്ങി വരാനുള്ള സ്പേസ് ഉണ്ടാവണം. ഇതൊന്നിങ്ങനെ തട്ടിക്കൊടുക്കാം, എയറെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി പ്രഷർ കുക്കറിൻ്റെ മൂടിയിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ബാക്കി വന്ന ബാറ്റർ ഉപയോഗിച്ച് കപ്പ് കേക്ക് ഉണ്ടാക്കാം. ഒരു കപ്പ് കേക്ക് പാൻ എടുത്ത് അതിലേക്ക് കപ്പ് കേക്കിൻ്റെ പേപ്പർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ബാക്കി വന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് 10 മുതൽ 12 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്യാം. കപ്പ് കേക്ക് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതൊന്നിങ്ങനെ തട്ടിക്കൊടുക്കുക, എയറെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. ഓവനിലേക്ക് മാറ്റാം.
പ്രഷർ കുക്കറിൽ വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് ഇറക്കി കൊടുത്ത് അത് നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടുണ്ട്. കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് പുറത്തേക്ക് എടുക്കാം. അതേപോലെ കപ്പ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്രഷർ കുക്കറിൽ വെച്ച കേക്കിനെ ഒരു റാക്കിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. ഇതിൻ്റെ പേപ്പറെല്ലാം മാറ്റി കൊടുക്കണം. ഈ കേക്ക് വേവാൻ വേണ്ടിയിട്ട് 18 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. ഓവൻ ഇല്ലാത്തവർക്കും ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് കേക്ക്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.